ഹലോ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വ്യാഴാഴ്ച വീഡിയോ ഇട്ടതാണ്. വെള്ളി ശനി ഇത്രയും ദിവസം ഇട്ടിട്ടില്ല വീഡിയോ. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണ്. ഹൗ ആർ യു ഓൾ? എനിക്ക് സുഖമാണ്, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടേ, അതായത് കേട്ടിട്ടുണ്ടെന്നല്ല, കഴിഞ്ഞ ദിവസം ആൻറ്റി ഇങ്ങനെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്തോ പറഞ്ഞ് ഞാനീ ചിരിച്ചുകൊണ്ട് സംസാരിക്കത്തുള്ളല്ലോ. അപ്പോൾ ഡ്രം സ്റ്റിക്ക് എടുത്ത് ഇവിടെ നിന്ന് ആരും ഡ്രം സ്റ്റിക്കൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് മനസ്സിലായില്ല. അപ്പം അങ്കിൾ പറഞ്ഞേ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കോളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ ആൻറ്റി പറഞ്ഞേ, അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ഉള്ളിൽ വേദനയുള്ളവരാണ് പുറമേ ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ വേദനയൊന്നും തോന്നുന്നില്ല കേട്ടോ. ഉള്ളിൽ എനിക്കിപ്പോൾ എന്താ പറയണേ, ദൈവം സഹായിച്ച് ആരോഗ്യമുള്ള കൈകൾ, ആരോഗ്യമുള്ള കാലുകൾ, കാണാൻ കാഴ്ചയുള്ള കണ്ണുകൾ, പിന്നെ ജീവിക്കാനായിട്ട് 3 നേരം ആഹാരം, കിടക്കാനുള്ള സ്ഥലം, ഇതുപോലും ഇല്ലാത്ത എന്തോരം പേരുണ്ട്. അപ്പം നമ്മൾ അതിനൊക്കെ നന്ദി പറയാതെ അയ്യോ എനിക്കതില്ല ഇതില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട അവസ്ഥയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കണേ? അങ്ങനെയുള്ള വിഷമങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും പറയുമ്പോൾ ചിരി വരും, സ്വാഭാവികം. അപ്പോൾ അല്ലാതെ ഉള്ളിൽ വേദനകൾ വെച്ചിട്ട് പുറമെ ചിരിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. വേദന വരുമ്പോൾ ഇരുന്ന് കരയും, ചിരി വരുമ്പോൾ ചിരിക്കും, സന്തോഷം വരുമ്പോഴും ചിരിക്കും. ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് അല്ലേ? പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം എന്തൊക്കെയുണ്ട് പറയൂ. വന്ദനേനെ സിനിമയിലെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. വന്ദന ഫേമസായി സിനിമയിലൊക്കെ എടുത്തെന്ന് പറയുന്നുണ്ട്. ആണോ വന്ദന? എനിക്കും കൂടി ഒരു ചാൻസ് വെച്ചേക്ക്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് മിഹൂൺ ഉണ്ടാക്കാമോ? ഈ മിഹൂൺ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാമോ? നമ്മുടെ സേമിയം പോലെയൊക്കെ ഇരിക്കും. നമ്മുടെ സേമിയത്തിനേലും വണ്ണം കുറവായിരിക്കും. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഊറ്റിയെടുക്കുക. സവാള ഇതൊക്കെ ഇട്ട്, ഇതൊരു ഫ്ലവർ ഉണ്ട്, ഐ ടേക്ക് ദ ഫ്ലവർ. കിട്ടുന്ന ഇതല്ല. ഞാൻ പൂ പറിക്കാൻ പോകാം കേട്ടോ. എന്തായാലും രാവിലത്തെ മോർണിംഗ് വാക്കാണ് ഈ പൂ പറിക്കൽ. അണ്ണാൻ പോകും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ പൂച്ചച്ചേട്ടനാണെന്ന് തോന്നണ വന്നത്. അവനാണോ? അവനല്ല, ഇത് വേറൊരുത്തന. അവനിവിടെ ഇങ്ങനെയൊക്കെ നടപ്പുണ്ടാവും. ഇത് വേറൊരുത്തനാട്ടാ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് പൂച്ച വന്നിട്ടുണ്ട്, ചെറുത്. കരഞ്ഞുകൊണ്ട് പെരയുടെ അകത്തോട്ട് വന്നതാ. ഞാൻ അവനെ നോക്കിയതാ, പെരയുടെ അകത്ത് വന്ന്. പക്ഷേ ആൻറ്റി ശരിക്കും എന്നുവെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് തോന്നി. കാരണം കലിക്കോ എന്ന് പറയുക, ഓറഞ്ച് വെള്ള ഇതൊക്കെ ആയിട്ടുള്ള ഒരെണ്ണം വന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങൾ വരും, വണ്ടി ഇടിക്കും. നമ്മുടെ കൺമുന്നിൽ വന്ന പൂച്ചയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നലെ ഒരെണ്ണം ചെറുത് വന്നിട്ട്, ചെറുത് എന്നാൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതിനെ കരഞ്ഞുകൊണ്ട് വന്ന് പെരടകത്ത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനെ പൂട്ടിയിട്ടേക്കാം, പെരടകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ച് പൂട്ടണം. അപ്പോൾ അതിനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഫ്ലവർ കളിക്കട്ടെ. ഓക്കെ. ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു തോന്നണം. ഇതിവിടെ ഡ്രം സ്റ്റിക്ക് പ്ലാന്റൊക്കെ ഒടിഞ്ഞടപ്പുള്ള ചരിഞ്ഞടക്കണം. നമ്മുടെ വീട്ടിലുള്ള ആ പപ്പായ മരമില്ല, ഇഷ്ടം പോലെ പപ്പായ ഉണ്ടായിരുന്നു തന്നെ. അത് കടയപ്പടി
താഴത്തോട്ട് വീണിട്ടുണ്ട്. ഈ വേസ്റ്റ് ബിന്നിൻ്റെ മൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാറ്റുണ്ടായി തോന്നുന്നു. ഞാൻ പക്ഷെ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ ആൻറ്റി അങ്കിളും ഡിന്നറിന് പോയിച്ച്. ഈ മെല്ലുക്കാട MLM പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ MLM അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ മെല്ലുക്കാട അതിൻ്റെ ഡിന്നറിൻ്റെ പോയപ്പോൾ ഞാൻ 12:25 ഞാൻ കിടക്കാൻ വേണ്ടി കിടന്നു. പക്ഷെ അവർ വന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റൊന്നുമില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് ഞാനിപ്പോൾ വഴി കന്ന് മാങ്ങയൊക്കെ പിടിച്ചത്. അപ്പോൾ മാങ്ങ കിട്ടി, മുരിങ്ങാക്കായ കിട്ടി. നമുക്ക് മുരിങ്ങാക്കായും മാങ്ങയൊക്കെ കൂടി വയ്ക്കാം. അപ്പോൾ എന്താ പറയാൻ വേണ്ടിയെന്നാ അങ്ങനെ അപ്പോൾ അവർ ഡിന്നറിന് വെച്ചു. ഞാൻ 12:25 ഞാൻ കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ശരിക്കും എപ്പോഴാണ് കാറ്റും മഴയും വന്നത്. കാറ്റും മഴയും വന്നു, പപ്പങ്ങ മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഞാൻ വാല് നല്ല സൂപ്പറല്ലേ. വെഞ്ചാമരം എടുത്ത ആവി. Come here. Come here. Come. Come here. അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇയാൾ നടക്കുക കാണിക്കൂടി ഉണ്ടോ. MLM ബിസിനസ് ഞാൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇവർ മെല്ലുക്കാട, ഞാൻ മോദി കെയറിൻ്റെ കുറേ നാളുണ്ടായിരുന്നു. ഭയങ്കര ഇതാണ് എന്താ പറയുക, എന്തെങ്കിലും ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനാണ് എനിക്ക്. അതിനകത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അത് ഇട്ടിട്ടു പോകും. നമുക്ക് നടക്കാത്ത പരിപാടി നടക്കാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ മടിയാണ്, എല്ലാത്തിനും മടിയാണ്. അയാൾ കാണാൻ കൂടി നടപ്പുണ്ട്. പിന്നെ മോദി കെയറിൻ്റെ MLM ബിസിനസ്സിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ ദിവസം ഞാൻ മിണ്ടാതിരുന്നിച്ചില്ലേ, സൈലൻ്റായിട്ട്. പിന്നെ ഇറങ്ങി ഞാൻ വീഡിയോ. പക്ഷേ എൻ്റെ ഇതിൽ ഈ അക്കൗണ്ടിൽ നിന്നും മെയിൻ അക്കൗണ്ടിൽ നിന്നൊക്കെ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല. കമൻ്റ് ഇടുന്നതൊക്കെ ഡിലീറ്റായി പോവുക, അറിയില്ല. ഞാൻ ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീഡിയോയിൽ 2 അക്കൗണ്ടിൽ നിന്നും കമൻ്റ് ഇട്ടു. പക്ഷേ ആ 2 അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റായിപ്പോയി. എന്ത് ചെയ്യാനാ. പിന്നെ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരാം. അവർക്ക് ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ട് പോയി കമൻ്റ് ഇടും. അതും ഡിലീറ്റ് ആവും. ഇത് അവരറിയുന്നുണ്ട്, അവരോർക്കും നമ്മൾ വന്ന് കമൻ്റ് ഇടാത്തതാണ്. എനിക്കതാണ് ഭയങ്കര വിഷമമാണ്. എന്താ ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ അല്ലേ. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വെക്കട്ടെ. അപ്പോൾ ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.